ഹലോ. അപ്പോൾ ഇന്നത്തെ ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു കുട്ടി വ്ളോഗാട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള പാർക്കിലാട്ടോ പോകുന്നത്. സുബിക്സ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറഞ്ഞ പാർക്കിലാണ് പോകുന്നത്. ആക്ച്വലി പാർക്കിൽ പോകുന്നത് ഞാനൊരു വ്ളോഗായിട്ട് എടുക്കണമെന്നൊന്നും ഉദ്ദേശിച്ചിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാനങ്ങനെ ലോങ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ. ആ വീഡിയോ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരിക്കും കേട്ടോ നിങ്ങളിന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ പാർക്കിലെത്തിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുവാണേ. കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, മുതിർന്നവർക്ക് മാത്രം എടുത്താൽ മതി. ഒരാൾക്ക് 50 രൂപ കേട്ടോ ടിക്കറ്റ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് എൻ്റർ ആയിട്ടുണ്ട്. കയറി വരുമ്പോൾ ഉള്ള വ്യൂ ആട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസമാണ് കയറി വരുമ്പോൾ കാണാനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ലൈറ്റൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഇതിനകത്ത് ഒരുപാട് റൈഡുണ്ട് കേട്ടോ. ട്രെയിനും സ്ലൈഡറും കാറും ബോട്ടിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നിനും ടിക്കറ്റ് എടുത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിക്കിക്ക് ഒന്നിലും കയറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നിനും ടിക്കറ്റൊന്നും എടുത്തില്ല. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കുന്നത് ഇതിനകത്ത് കയറി വന്നിട്ടാട്ടോ ഓരോന്നിനും ടിക്കറ്റ് എടുക്കണത്, പുറത്തുനിന്നല്ല. നമ്മൾ ജസ്റ്റ് ഉദ്ദേശിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കിക്കിക്ക് ഇങ്ങനെ പുറത്ത് വരുമ്പോൾ ലൈറ്റും ഈ കുഞ്ഞു പിള്ളേരൊക്കെ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷവും ചിരിയൊക്കെയാണ്. അപ്പോൾ നമ്മളതൊക്കെ ഉദ്ദേശിച്ചിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇത് കുറേ നാളായിട്ടുള്ള പാർക്കാണ്. നമ്മൾ ഓരോ റൈഡൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു കാലപ്പഴക്കം നമുക്ക് തോന്നും കേട്ടോ കാണുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, നല്ല പാർക്കാണ്. ഒരു ഈവനിങ് ടൈമൊക്കെ നമ്മൾ പിള്ളേരെ കൊണ്ട് വരുവാണെങ്കിൽ അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാനുള്ള അത്രയും റൈഡും എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നല്ല രീതിക്ക് എൻജോയ് ചെയ്യാം. ഒരു പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല പാർക്കാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇവിടെ ആണെങ്കിലും ഞങ്ങൾ വന്ന ദിവസമാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ആനപ്പുറത്തിരുന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെയായിട്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ നേരെ പോയിട്ട് പിന്നെ ഫോട്ടോ അവിടെ തിരക്കാണ്ട് ഫോട്ടോ എടുത്തില്ല. ഞങ്ങൾ നേരെ പോയി അവിടെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു, അവിടെ കയറിയിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെ കാണുന്ന ആ സുബിക്സ് മെറിലാൻഡ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന വെള്ളം വീഴുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു ഗുഹയാട്ടോ അതിനകത്ത്. അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേനും അതിനകത്തും നമുക്ക് ഒരുപാട് റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ പോകുമ്പോൾ നോക്കുന്നുണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു റൈഡ് ഉണ്ടോ, കിക്കിക്ക് ഇരിക്കാൻ പറ്റിയ രീതിയിലുള്ള റൈഡുകളുണ്ടോ എന്ന് നോക്കിയിട്ടാട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ അധികം നിന്നില്ല. നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് പോകുന്ന ഇതിനകത്ത് വന്ന് നോക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ സൈക്കിളൊക്കെ ഉണ്ട്. സൈക്ലിങ് ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ അതൊക്കെ ചെയ്യാം. അങ്ങനെ ഒരുപാട് വേറെ റൈഡുകളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും കിക്കിയും കൂടെ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും കിക്കിക്ക് പറ്റിയൊരു റൈഡ് ഞങ്ങൾ കണ്ടെത്തി കേട്ടോ. അപ്പോൾ അതിൽ അവളെ മാക്സിമം കുറേ നേരം ഇരുത്തി കേട്ടോ. ഈ വീഡിയോ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കത് കാണാം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ ചെയ്തത്. പിന്നെ ഇനി ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗ്സിൽ കുറച്ച് വീഡിയോ ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ട്. അതെല്ലാം നമ്മൾ വരുന്ന വ്ളോഗിൽ എല്ലാം നമ്മൾ മാറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വ്ളോഗ്. ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നത് വരെ ബായ് കേട്ടോ.